എന്നും ചോറും കറിയൊക്കെ കഴിച്ച് മടുത്തോ? എന്നാൽ ഇതാ വെറൈറ്റി ആയിട്ടൊരു റൈസ് ഐറ്റം ട്രൈ ചെയ്യാം. ഒരു അടിപൊളി എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റം തന്നെയാണ് ഇന്ന്. ഇത് ലഞ്ച് ബോക്സിലോ അതല്ലാതെ ഗസ്റ്റ് വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ആദ്യം ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് ഇതെന്തിനാ തിളപ്പിക്കണം എന്നല്ലേ ആലോചിക്കുന്നത്. നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ് ഇന്ന്. അപ്പോൾ സോയാണ് കേട്ടത്. ഒരു 100 ഗ്രാം സോയ എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നന്നായി ഒന്ന് തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ സോയ ഇട്ടിരിക്കുന്നത്. അതൊരു 5 മിനിറ്റോളം തിളയ്ക്കട്ടെ. ഇതാ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ, തിളച്ച് വരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അതിലേക്ക് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഓഫ് ചെയ്ത് നമ്മൾ പിഴിഞ്ഞ് കളയണം. സോയയുടെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാലേ നന്നാവുള്ളൂ. അപ്പോൾ ഒന്ന് പിഴിഞ്ഞ് കളയാം. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം പിഴിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ തണുത്തത് പിഴിഞ്ഞ് വന്നതിലേക്ക് നമുക്കൊരു കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ അതിടാം. എന്നിട്ട് അതിനെ നന്നായി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇതിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമായി പിടിച്ചിട്ടുണ്ടാവില്ല. ശേഷം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഈ സോയ ചങ്ക്സിനെ വറുത്തെടുക്കാം. അപ്പോഴേ നമുക്ക് ആ സോയ ചങ്ക്സിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചൊരു ഫീൽ വരുള്ളൂ. അതിനായിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ഗോൾഡൻ കളർ ആവണ വരെ വറക്കണം എന്നൊന്നുമില്ല. കുറച്ച് ഓയിലിട്ടൊരു 10 മിനിറ്റോളം നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ള വിഭവം തന്നെയാണ്. ഉച്ചയ്ക്കൊക്കെ വെറുതെ വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഇത്ര മാത്രമേ ഞാൻ ഗീ ചേർക്കുന്നുള്ളൂ. ഗീ ആയാലും ഓയിലാണ് ഗീന് പകരമെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ആ നെയ്യൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ഒനിയനാണ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. ഒനിയൻ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോട്ടായി വരുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇതിനെ ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇതാ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിന് ഒരു 2 മിനിറ്റ് ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയിട്ടുണ്ട്. ഇനി 1 കപ്പ് ടൊമാറ്റോ ഇനി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഫ്ലേവർ വളരെ കുറച്ച് ഇടുന്നുള്ളൂ. ഇനി ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവണമായിരുന്നു. നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ടൊമാറ്റോ ശരിക്കും സോഫ്റ്റ് ആവണം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റായി എല്ലാ ഫ്ലഷൊക്കെ കറക്റ്റായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, ഒരു 2 ടീസ്പൂണോളം ബിരിയാണി മസാല. ഏത് ബിരിയാണി മസാലയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നല്ല കട്ടിയില്ല അധികം പുളിയില്ലാത്ത തൈരും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ മസാലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് പുളിയൊക്കെ നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര ഉപയോഗിക്കണമെന്നില്ല. ഇതാ അതൊന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സിനെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്ന ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തേക്കും ആ മസാല നമ്മളുടെ ഇട്ട് കൊടുത്ത എല്ലാ മസാലകളും അതിലേക്ക് പിടിക്കണം. അതിനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് പിടിക്കട്ടെ. അതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയുടെ ഇലയും കൂടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ബസ്മതി റൈസിന് പകരം നിങ്ങളുടെ ഇപ്പോൾ ചെറിയ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇതാ ബസ്മതി റൈസ് 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചതിട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ നാരങ്ങ നീരും കൂടി ഒന്ന് മുകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയുടെ ഇല അതായത് ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നെയ്യിന് പകരം ബട്ടർ വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് താഴ്ത്തി വെക്കണം. അപ്പോഴേ ആ മസാലയൊക്കെ ഇതിലേക്ക് കറക്റ്റായി ഇറങ്ങുള്ളൂ. ദമ്മ് കൊടുക്കുന്ന ഒരു എഫക്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഈ പുലാവ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും കണ്ടോ നമ്മുടെ ആ മസാലയൊക്കെ കറക്റ്റായി അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്നു നോക്കി, അടി കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാനായിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ദമ്മ് വരികയും ചെയ്യും. അപ്പോൾ ഇത് അഗെയിൻ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ബിരിയാണി, സോയ ബിരിയാണി റെഡിയാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുള്ള റൈസും കൂടിയാണ് ഇത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന ഒരു റൈസ് ഐറ്റം തന്നെയാണ്. ഇത് വേണമെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാം. അതല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റുള്ള ഒരു വെജിറ്റേറിയൻ ബിരിയാണി ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ ഞാൻ സെർവിങ് ബൗളിലേക്ക് ആക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് റായത്ത കൂട്ടി പപ്പടം കൂട്ടി കഴിക്കേ വേണ്ടൂ. വേറെ ഒന്നും തന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ അതിനെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയാ പുലാവ് റെഡി ആയിട്ടുണ്ട്. സോയാ പുലാവ് എന്നോ ബിരിയാണി എന്നോ വിളിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. ബൈ.